ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് ധ്യാന വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുക. ഒത്തിരിയേറെ നിയമങ്ങൾ ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുക. അപ്പം നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. പക്ഷേ സ്വാതന്ത്ര്യം പൂർത്തീകരിക്കപ്പെടുന്നത് നിയമം അനുസരിക്കുമ്പോഴാണ് നമുക്കറിയാം. പക്ഷെ പല ആവർത്തി നമ്മളൊക്കെ നിയമത്തെ ചോദ്യം ചെയ്യുന്നവരാണ്, അല്ലേ? എന്തിനാണ് ഇങ്ങനെയൊക്കെ നിയമങ്ങൾ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട്. പലപ്പോഴും നിയമത്തെ അനുസരിക്കാനല്ല നമുക്ക് ആഗ്രഹം, എങ്ങനെ നിയമം ലംഘിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. വെറുതെ ഉദാഹരണത്തിന് ഒരു സീറ്റ് ബെൽറ്റ് ഇടുന്ന കാര്യം, അത് പുതിയ വാഹനങ്ങളിൽ വാണിംഗ് നൽകുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എടുത്തിടുന്നത്. എന്നിട്ട് പറയുന്നത് ഈ പണ്ടാരം വാണിംഗ് എന്നൊക്കെ പറയും. നമ്മൾ വെറുതെ ഒരു മോശമായ ഭാഷ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹെൽമെറ്റ് ധരിക്കുക, എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ ധരിച്ചുകൊണ്ട് പോവുക എന്ന് നമ്മൾ പറയും. പക്ഷേ ഒരു അപകടം വന്നു കഴിയുമ്പോൾ അത് നന്നായിരുന്നു എന്ന് നമ്മൾ തന്നെ പറയും. ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ഹെൽമെറ്റാണ്, അല്ലെങ്കിൽ ഈ സീറ്റ് ബെൽറ്റാണ് എന്നൊക്കെ അപകടം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും നിയമം നമുക്കെപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഈശോ പറയാണ്, ഞാൻ നിയമത്തെ അസാധുവാക്കാനല്ല വന്നിരിക്കുന്നത്, മറിച്ച് നിയമത്തെ പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ പിന്നെ നിയമത്തിൻ്റെ ആവശ്യകതയില്ല. നിയമം ഉണ്ടായത് മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണ്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോഴാണ് മനുഷ്യന് നിയമങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ദൈവം അവൻ്റെ വരവിലൂടെ, ഈശോ കടന്നു വരുന്നതിലൂടെ നിയമസാധ്യത ഇല്ലാതാവുകയല്ല ചെയ്തത്, മറിച്ച് ഈശോ പറയാണ്, ഞാൻ നിയമത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് വന്നത്. നിയമം അതിൻ്റേതായ പൂർണ്ണതയിൽ നിർവഹിക്കപ്പെടുമ്പോഴാണ് സ്വർഗം നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമായിട്ട് ഇന്ന് സുവിശേഷത്തിൽ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മിലൂടെ ഒരു നിയമവും അസാധുവാക്കപ്പെടാനായിട്ട് പാടില്ല. നമ്മിലൂടെ ഒരു നിയമവും ലംഘിക്കപ്പെടാനായിട്ട് പാടില്ല. നമ്മുടെ തലമുറയ്ക്ക് ഈ നിയമത്തെക്കുറിച്ചുള്ള മോശമായ കാഴ്ചപ്പാടുകൾ നമ്മൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി പാടില്ല. മറിച്ച് ഒരു നിയമസാധ്യത അതെൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അനുഗ്രഹമാക്കി പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന്ന് കൈമോശം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു അമ്മ എന്ന നിലയിൽ അമ്മയുടേതായ നിയമങ്ങളുണ്ട്. ആ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ അമ്മ ജീവിക്കുമ്പോഴാണ്, ആ നിയമത്തെ പൂർത്തീകരിച്ച് ജീവിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ആ അമ്മയുടെ യഥാർത്ഥ സ്വഭാവത്തെ കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റുക. അപ്പന് അപ്പൻ്റെതായ നിയമങ്ങളുണ്ട്, ഒരു പുരോഹിതൻ്റെതായ നിയമത്തിൻ്റെ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു പുരോഹിതനായിട്ട് ജീവിച്ച് കാണിക്കാനായിട്ട് പറ്റുക. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ പഠിപ്പിച്ച ഏറ്റവും നല്ല നിയമം ഇതാണ്, കർത്താവേ, എൻ്റെ ഇഷ്ടം ഇതൊന്ന് മാറ്റിക്കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ അപ്പാ, നിൻ്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ. അപ്പൻ്റെ ഇഷ്ടമാണ് നിയമം എന്ന് മകൻ തിരിച്ചറിയുകയാണ്. ആ നിയമത്തെ യഥാവിധി വള്ളി പുള്ളി തെറ്റിക്കാതെ അത് മരണയാത്രയിലൂടെ കടന്നുപോയപ്പോഴും, പീഡാനുഭവത്തിലൂടെ കടന്നുപോയപ്പോഴും, തെറ്റിദ്ധാരണകളിലൂടെയും കുറ്റപ്പെടുത്തലിലൂടെ കടന്നുപോയപ്പോഴും ദൈവത്തിൻ്റെ നിയമത്തെ വള്ളി പുള്ളി തെറ്റിക്കാതെ ജീവിച്ചു തീർത്തു എന്നതാണ് നിയമപൂർത്തീകരണം. പരിശുദ്ധാമ്മ എങ്ങനെയാ? ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് ദൈവകൽപ്പനയോട് ആമേൻ പറഞ്ഞ മറിയം ജീവിത കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ലംഘനങ്ങൾക്ക് സാധ്യതയായിരുന്നു. അതുകൊണ്ടാണ് തിരുവചനം തുടർന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ ഒരു കൊച്ചു കാര്യങ്ങൾ പോലും ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ ഈ ഭൂമിയിലെ നിയമങ്ങളെ വള്ളി പുള്ളി തെറ്റിക്കാതെ മരണം വരെ അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കണ്ട, പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. ജീവിതത്തിൽ കർത്താവ് ഈശോ മിശിഹ കൊടുത്ത കൽപ്പനയോട് ആമേൻ പറഞ്ഞ അന്ന് മുതൽ ദുരന്തങ്ങളുടെ പെരുമഴയായിരുന്നു. സങ്കടങ്ങൾ, വേദനകൾ, ഒറ്റപ്പെടലുകൾ, നിരാശകൾ, തകർന്ന ജീവിത കുടുംബ ബന്ധങ്ങൾ, കാൽവരിയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട മകനെ അനുധാവനം ചെയ്യേണ്ടി വന്ന ഗതികെട്ടൊരമ്മ, ഒരു കൊലപാതകത്തിന് സാക്ഷ്യമായി തീരേണ്ട ഒരു അമ്മയും, ആ കുടുംബം എന്തോരം സങ്കടങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ ഒരിക്കൽ പോലും പരിശുദ്ധ അമ്മ മാതാവ് ദൈവത്തിന് കൊടുത്ത നിയമത്തെ ലംഘിച്ചില്ല. ഈശോ മിശിഹായും ദൈവത്തോട് അരുളി ചെയ്ത നിയമത്തെ ലംഘിച്ചില്ല. അപ്പാ,
നിൻ്റെ ഇഷ്ടം മാത്രം നിറവേറും. കണ്ടോ, ഈ ഭൂമിയിൽ നിയമത്തെ അനുസരിക്കുന്നവൻ സ്വർഗത്തിൽ വലിയവനാകും. അനുസരിക്കാൻ പഠിപ്പിക്കുന്നവൻ സ്വർഗത്തിൽ വലിയവനാകും. എന്താ അനുസരിക്കാൻ പഠിപ്പിച്ച്? ശിഷ്യന്മാർ ഒന്നുമില്ലാതെ കാനായിലെ കല്യാണ വിരുന്നിൽ തകർന്നിരിക്കുകയാണ്. ഈശോയും പരിശുദ്ധമ്മ യോസേപ്പിതാവ് എല്ലാം ഉള്ള കുടുംബമാണ്. പക്ഷേ വീഞ്ഞു തീർന്നു പോയപ്പോൾ എന്ത് സാധ്യതയുള്ളത്? ഒരു സാധ്യതയില്ല. കുടുംബം തകരാൻ വേണ്ടി പോയി, വിവാഹമോചനത്തിൻ്റെ വക്കിലേക്ക് എത്തി. അപ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ, നിങ്ങൾ അവൻ പറയുന്നത് അനുസരിക്കുവിൻ, അവൻ്റെ നിയമത്തെ നിങ്ങൾ അനുസരിക്കുവിൻ. ഇന്ന് വരെ ഈശോ ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല, ഇന്ന് വരെ ശിഷ്യന്മാർ ഒരത്ഭുതവും കണ്ടിട്ടില്ല. പക്ഷേ ഈശോയുടെ അടുത്ത് വന്നു, ഈശോയെ, കൽഭരണികൾ വീഞ്ഞു തീർന്നു പോയി, എന്ത് ചെയ്യും നമ്മൾ? ഈശോ പറഞ്ഞു, അത് നിറയ്ക്കുവിൻ, പക്കോളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരു പച്ചവെള്ളവും ഈശോ വീഞ്ഞാക്കിയിട്ടില്ല, ഇന്ന് വരെ ഒരു അത്ഭുതവും ഈശോ നടത്തിയിട്ടില്ല, ഇന്ന് വരെ ഒരു മരിച്ചവനെ ഉയർപ്പിച്ചിട്ടില്ല, ആരെയും സൗഖ്യപ്പെടുത്തിയിട്ടില്ല, ആർക്കും പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഈശോയാണ് ശിഷ്യന്മാരോട് പറയുക, ആ പച്ചവെള്ളം നിറയ്ക്കുവിൻ. ഒരുപക്ഷെ തിരിച്ചു ചോദിക്കാമോ, ഇതെന്ത് മണ്ടത്തരമാണ്, എന്ത് മണ്ട നിയമമാണ് ഈശോ പറയുന്നത്, എന്ത് പൊട്ടത്തരമാണ് നീ പറയുന്നത്? സമയം അതിക്രമിച്ചു, അവരിങ്ങോട്ട് വരാനായി. വീഞ്ഞില്ലെങ്കിൽ നാണക്കേടാണ്, വീഞ്ഞില്ലാത്ത കുടുംബം ഐശ്വര്യമില്ലാത്ത കുടുംബം, അതിനാൽ തന്നെ വിവാഹമോചനം സംഭവിക്കും. അതുകൊണ്ട് ഈശോയെ തമാശ കളിക്കാൻ സമയമില്ല, വെള്ളം നിറയ്ക്കണമെങ്കിൽ സമയമേറെയുണ്ട്, നീ മണ്ടത്തരം പറയരുത്. അവൻ്റെ നിയമത്തെ അവർ ചോദ്യം ചെയ്തില്ല. പരിശുദ്ധ അമ്മ പറഞ്ഞു, എന്ത് അവർ പറയുന്നുവോ അത് നിങ്ങൾ അനുസരിച്ചോളണം. കാരണം എന്താണ്? അമ്മ പഠിപ്പിച്ച പാഠങ്ങൾ അത്രമേൽ വിശിഷ്ടമായിരുന്നു. അമ്മയുടെ ജീവിതത്തിൻ്റെ നിയമത്തിൻ്റെ പാലനം അത്രമേൽ പവിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ അമ്മ പറഞ്ഞതെന്തോ അതനുസരിച്ചു. അമ്മ പറഞ്ഞത് യേശുവിനെ അനുസരിക്കാനാണ്, യേശു പറഞ്ഞതിനെ അനുസരിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? പച്ചവെള്ളം വീഞ്ഞായി മാറി. പ്രിയപ്പെട്ടവരെ, ഇതാണ് അനുസരിക്കാൻ പഠിപ്പിക്കുന്ന മറിയം, അനുസരിക്കാൻ പഠിപ്പിക്കുന്ന മറിയം. അങ്ങനെയെങ്കിൽ സ്വർഗത്തെ നിങ്ങൾ വലിയവരായി മാറുമെന്ന്. അപ്പോൾ ഈശോ വന്നത് നിയമത്തെ അസാധൂകരിക്കാൻ വേണ്ടിയിട്ടല്ല, പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവനിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. അപ്പൻ്റെ നിയമത്തെ വള്ളി തെറ്റിക്കാതെ ജീവിച്ചു തീർത്തത് വഴി അവൻ നിയമത്തെ പൂർത്തീകരിച്ചു. പരിശുദ്ധ അമ്മയും പിതാവിന് കൊടുത്ത നിയമത്തെ വള്ളി തെറ്റിക്കാതെ തൻ്റെ സങ്കടത്തിൻ്റെ പെയ്തിറങ്ങിയപ്പോഴും ജീവിച്ചു തീർത്തപ്പോൾ അനുഗ്രഹമായി തീർന്നു. അങ്ങനെയെങ്കിൽ നമുക്കുണ്ട് ഒത്തിരിയേറെ നിയമങ്ങൾ. സഭയുടെ കൽപ്പനകളുണ്ട്, തിരുസഭയുടെ കൽപ്പനകളുണ്ട്, ദൈവപ്രമാണങ്ങളുണ്ട്, രാജ്യം കൽപ്പിക്കുന്ന നിയമങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങ് അനുസരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്തൊരു സ്വതന്ത്രരാണ്. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ആരെയും മുമ്പേ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല, ആരെയും ഭയക്കേണ്ടത് ആവശ്യമില്ല. ധൈര്യപൂർവ്വം നമുക്ക് ജീവിച്ചു തീർക്കാനായിട്ട് പറ്റും. ഒരു ന്യായാധിപൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കി നിൽക്കേണ്ട ആവശ്യം വരില്ല. തെറ്റ് ചെയ്യാതെ വിധിക്കപ്പെട്ടാൽ സാരമില്ല, സ്വർഗത്തിനത് പദ്ധതി ഉണ്ടാകും. തെറ്റ് ചെയ്തിട്ട് വിധിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസാക്ഷിക്കുത്തുണ്ടാകും. അതുകൊണ്ട് ഈ നിയമത്തെ ജീവിച്ചു തീർക്കുക എന്നുള്ളത് അതൊരു വെല്ലുവിളി, അതൊരു ആത്മീയതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം. ഈശോയെ, എന്ത് നിയമമാണോ അത് സ്വർഗത്തിൻ്റെതാകാം, ഭൂമിയുടേതാകാം, സഭയുടേതാകാം, കുടുംബത്തിൻ്റെതാകാം, ഒരു വ്യക്തിയുടേതാകാം. ആ നിയമങ്ങളെ എനിക്കൊന്ന് അനുസരിക്കാനുള്ള ആത്മീയ ബലം എൻ്റെ ജീവിതത്തിലൂടെ അന്ന് പൂർത്തീകരിക്കപ്പെടുവാൻ, എന്നെ കണ്ടിട്ട് എൻ്റെ മക്കളെല്ലാം ഈ ഒരു തലമുറ, ഞാൻ കടന്നു പോകുന്ന തലമുറയിൽ എന്നെ കണ്ടിട്ട് ഈ നിയമത്തെ സ്നേഹിക്കുന്നൊരു തലമുറയുണ്ടാകുവാൻ. അപ്പോൾ ഞാനൊരു ആത്മീയ മനുഷ്യനായിട്ട് മാറുകയാണ്. സങ്കടങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, തെറ്റിദ്ധാരണകളുണ്ടാകും, കുറ്റപ്പെടുത്തലുണ്ടാകും. അതിൻ്റെയൊക്കെ നടുവിൽ നിയമത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ നീതിമാനാകും, സ്വർഗത്തിൻ്റെ പ്രിയപ്പെട്ടവനായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ പോലെ എൻ്റെ മുമ്പിലായിരിക്കുന്ന നിയമസാധ്യതകളോട് ആമേൻ പറഞ്ഞുകൊണ്ട് മരണം വരെ വിശ്വസ്തരായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എന്നെ ധന്യനാക്കണമെന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.